ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റവ കൊണ്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ റെസിപ്പി ആയാലോ. ഇപ്പോൾ നമ്മൾ അരിയൊക്കെ വെള്ളത്തിടാൻ മറന്നു പോയെങ്കിൽ നമുക്കിത് രാവിലെ ജസ്റ്റ് അരച്ച് വെച്ചിട്ട് നമുക്ക് അരമണിക്കൂറും കൊണ്ട് ഇതുണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനായി ഞാൻ 2 കപ്പ് റവ എടുക്കുന്നുണ്ട്. ആ 2 കപ്പ് റവയ്ക്ക് ഒരു അര കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വേണമെങ്കിലും ഇടാം. ഗോതമ്പ് ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് 2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, അഥവാ വലിയ തരിയുള്ള ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഇട്ടു. അതിലേക്ക് ഒരു 4 ടീസ്പൂൺ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങ ഓപ്ഷനിലാണ്, ഞാൻ ഇട്ട് കൊടുത്തത് നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് അതിട്ട് കൊടുത്തത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ വാം വാട്ടർ, ചെറിയ ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു ചൂട് വേണം, തണുത്ത വെള്ളം ഒഴിക്കരുത്, എന്നാലേ നമ്മളുടെ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അരയ്ക്കാൻ ആ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് അരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരച്ച് അരമണിക്കൂർ ഇത് മാറ്റി വെക്കുന്നുണ്ട്. അരമണിക്കൂർ ആകുമ്പോഴത്തേനും നമ്മളുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവ് നന്നായി പൊങ്ങി വരും. ആ പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ മാവ് നമ്മൾ അപ്പമൊക്കെ ചുടുന്നത് പോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഉപ്പൊക്കെ ഇട്ട് ഞാനൊന്ന് ഇളക്കി വീണ്ടും ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഓയിലൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ആവശ്യമുള്ള കട്ടിക്ക് നിങ്ങൾക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഹോൾസൊക്കെ വീണ് കഴിയുമ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. മട്ടൻ കറിയോ ചിക്കൻ കറിയോ ബീഫോ എന്താണെങ്കിലും മുട്ടക്കറിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാൻ വളരെ അടിപൊളിയായിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ച് ചെയ്ത് കഴിഞ്ഞ് ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സി യു.